സോഷ്യൽ മീഡിയയിലൂടെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷയെ വെല്ലുവിളിച്ചതിനെ തുടർന്ന് കായംകുളം MSM കോളേജിൽ SFI KSU സംഘർഷം. 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മനീഷ് മഹിവാൽ വാർത്താ വിശദാംശങ്ങളുമായി ചെയ്തു. മനീഷ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി F സോൺ, D സോൺ, B സോൺ ഈ 3 സോണുകളിലെയും കലോത്സവത്തിൽ സംഘർഷമുണ്ടായി. ഇതിന്റെ ഭാഗമായി പരസ്പരം വെല്ലുവിളികൾ ഉണ്ടായി. ഈ വെല്ലുവിളികൾ ആലപ്പുഴയിലും സംഘർഷത്തിന്റെ അലയൊലികൾ ഇട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടോ? സുഹേൽ, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷയെ വെല്ലുവിളിച്ചുകൊണ്ട് ആലപ്പുഴയിലെ ജില്ലാ നേതാവായിട്ടുള്ള KSU പ്രവർത്തകൻ ഇട്ട ഒരു പോസ്റ്റാണ്. അതിനെതിരെയാണ് തർക്കം ഉണ്ടായത് കായംകുളം MSM കോളേജിൽ. MSM കോളേജിലെ SFIയുടെ യൂണിറ്റ് സമ്മേളനം കൂടിയായിരുന്നു. അവിടെ പുറത്തുനിന്നുള്ള KSU പ്രവർത്തകർ അടക്കം എത്തിയിരുന്നു. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് വെച്ച് SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നിയ ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം KSU പ്രവർത്തകനെ ആക്രമിച്ചു. ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കായംകുളം MSM കോളേജിൽ പ്രവർത്തകർ എത്തിയത്. എന്നാൽ ഇന്ന് കോളേജിൽ SFIയുടെ യൂണിറ്റ് സമ്മേളന ദിവസം കൂടെയായിരുന്നു. അങ്ങനെ ഇതിനെ ചൊല്ലിയാണ് കോളേജിൽ സംഘർഷം ഉണ്ടായത്. ഇതിൽ 3 KSU പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൊല്ലം ജില്ലാ സെക്രട്ടറി, കോളേജിൽ പഠിക്കുന്ന KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇർഷാദ്, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ഇർഫാൻ സുഹൈൽ എന്നീ 3 പേർക്ക് പരിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കായംകുളം പോലീസിൽ ഇതുവരെയും പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് കായംകുളം പോലീസ് അറിയുന്നത്. പക്ഷേ പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കായംകുളം MSM കോളേജിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായ KSU SFI സംഘർഷത്തിന്റെ തുടർച്ചയെന്ന പോലെ ബാക്കി പത്രം എന്ന പോലെയാണ് കായംകുളം MSM കോളേജിൽ ഇന്ന് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. PM ആർഷയ്ക്കെതിരെ ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് അടിക്കും എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് ഈ ചെറിയൊരു തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ടവരാണ് കുട്ടി നേതാക്കളാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികളാണ്. പക്ഷേ തമ്മിൽ തല്ലും പകയും വെറുപ്പും മാത്രമാണ് കയ്യിലുള്ള ആയുധങ്ങൾ. സഹിഷ്ണുതയുടെയോ സമാധാനത്തിന്റെയോ പാഠങ്ങൾ ഉണ്ടാകുന്നില്ല. പൊതുബോധത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ ഒരു വികാരം ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.